ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ആരി വർക്കിൻ്റെ രണ്ടാമത്തെ ക്ലാസ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം ചെയിൻ സ്റ്റിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് നമ്മളെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞില്ല, ഈ ഒരു മെറ്റീരിയലാണ് ചെയ്ത് കാണിക്കുന്നത്. അതിന് മുമ്പേ നമുക്ക് നല്ല വൃത്തിയിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അടിവശവും കാണണ്ട. ഇതിലിപ്പോൾ നമുക്ക് അടിവശം ഇപ്പോൾ ചെയ്യുന്ന സമയത്ത് മുകൾ വശം മാത്രമേ കാണൂ, അടിവശത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് കാണൂല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു നെറ്റിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതാകുന്ന സമയത്ത് ഞാൻ അടിവശത്ത് നിന്ന് എങ്ങനെയാണ് പിടിച്ചിട്ടുള്ളത്, മുകൾ വശം എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ആദ്യം ഞാൻ ഈ ഒരു നെറ്റിൽ ചെയ്ത് കാണിച്ചു തരാം, അതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ ചെയ്യുക. അപ്പോൾ ഇതിൽ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നില്ലേ. പിന്നീട് നമുക്ക് ഏത് തുണിയിൽ വേണമെങ്കിലും അതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അടിവശം നല്ല കറക്റ്റായിട്ട് കാണും കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം ഈ ത്രെഡ് നമുക്ക് ഞാൻ ഈ അടിവശത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നേ നമ്മൾ ത്രെഡ് എങ്ങനെയാണ് പിടിക്കേണ്ടത് നോക്കാം കേട്ടോ. അപ്പോൾ ത്രെഡ് എങ്ങനെയാണ് പിടിക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ അടിവശം ത്രെഡ് എടുക്കുന്ന സമയത്ത് ഈ ഒരു വിരലിൽ, നമ്മുടെ ഈ ഒരു വിരൽ ഇങ്ങനെ ചുറ്റുക, അതായത് ഇങ്ങനെ ഒരു ത്രെഡ് എടുക്കുക, ഇവിടെ പിടിക്കുക. ആദ്യം ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് വലിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ ത്രെഡ് അടിവശത്ത് നിന്ന് ഇതുപോലെ ഇങ്ങനെ എടുക്കേണ്ടത്. അതിന് മുന്നേ ഈ ത്രെഡിൻ്റെ ഈ ഒരു അറ്റത്തിൽ നമുക്കൊന്ന് കെട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഒരറ്റത്ത് കുറച്ച് വലുതായിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. കെട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിടിക്കാം. ഇതുപോലെ പിടിച്ചതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഈ നീഡിൽ താഴത്തേക്ക്, നീഡിൽ ഇവിടെ ഒരു മോന പോലെ ഉണ്ടാവും കേട്ടോ. ഇത് കണ്ടില്ല, ഇവിടെ ചെറിയൊരു ഇതുപോലെ ഉണ്ടാവും. അത് നമുക്ക് താഴത്തേക്ക് ഇറക്കിയിട്ട് ആ ഒരു ത്രെഡിന് ഇങ്ങനെ കൊളത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുകളിലോട്ടൊന്ന് വലിച്ചു കൊടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഇതാ മുകളിലോട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ മുകളിലോട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഈ താഴ്വശത്തെ ത്രെഡ് ഇങ്ങനെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് എങ്ങോട്ടാണോ നമ്മൾ തുന്നി കൊടുക്കുന്നത് അതേപോലെ ഇതുപോലെയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മുകളിലോട്ട് ഇങ്ങനെ എടുത്തില്ലേ, അതിന് ശേഷം ഇങ്ങനെ ഈ ത്രെഡ് താഴത്തേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു സൂചി നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണോ വേണ്ടത്, ചിലർ ചെറിയ ചെയിൻ ചെയ്യും, ചിലർ വലിയ ചെയിൻ ചെയ്യും. അത് നമ്മൾ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഡിസ്റ്റൻസ് എടുത്ത് ഇതുപോലെ വെച്ചിട്ട് ഈ സൂചി താഴത്തേക്ക് ഇറക്കിയിട്ട് ഈ ചെയിനിലേക്ക് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. കൊടുത്തിട്ട് മുകളിലോട്ട് എടുക്കാം. അപ്പോൾ ഒരു ചെയിൻ കിട്ടി. ഇനി ആദ്യം ഈ റൗണ്ട് നമ്മൾ എടുത്ത ത്രെഡില്ലേ, ആ ത്രെഡിൻ്റെ ഉള്ളിലേ കൂടി വേണം ഈ നീഡിൽ ഇറക്കിയിട്ട് താഴ്ന്ന് അടുത്തത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇങ്ങനെ താഴത്തേക്ക് ഇറക്കിയിട്ട് അടുത്തത് ഇതുപോലെ ഇങ്ങനെ കൊളുത്തി കൊടുക്കണം. ഇപ്പോൾ ഈ മെറ്റീരിയൽ ആകുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. മറ്റേ മെറ്റീരിയൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇതുപോലെ താഴത്തേക്ക് ഇറക്കാം. ഈ ഒരു ഇതിലിങ്ങനെ കൊളുത്തിയെടുക്കുക. ഇതിപ്പോൾ നെറ്റ് ആയതുകൊണ്ട് ചെയ്തെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം നെറ്റ് ഫുള്ള് ഹോൾസ് ആയതുകൊണ്ട് ഇതിൽ വരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റേ തുണിയിൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഈ അടിയത്തെ ത്രെഡ് ഇതുപോലെ ഒന്ന് പിടിക്കണം കേട്ടോ, പിടിച്ചു കൊടുക്കാം. നമ്മളെ ഈ നീഡിൽ എവിടെയാണ് കുത്തുന്നത് അതിൻ്റെ ഒരു ഇതിലേക്ക് വേണം ഈ ത്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അടിവശത്തെ കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെയാണ് ചെയിൻ ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അടിവശത്ത് ഈ നൂല് ഇങ്ങനെ ഒരു കൈയോട് ഇങ്ങനെ പിടിക്കണം. മുകളിൽ നിന്ന് ഇങ്ങനെ ഒന്നിൻ്റെ ഉള്ളിലേ കൂടി ഇട്ടിട്ട് ഇത് ഇങ്ങനെ എടുക്കുക. ഇതുപോലെ സാധാരണ നമ്മൾ നോർമൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതുപോലെ ഈ ഒരു ത്രെഡ് നമ്മളിങ്ങനെ പിടിച്ചു കൊടുക്കണം, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എടുത്തെടുക്കാൻ പറ്റില്ല. ഈ ഒരു കൈ കൊണ്ട് നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് തുന്നുന്നത് അതിനനുസരിച്ച് ഇതുപോലെ ഒന്നിങ്ങനെ നൂലുകൊണ്ട് ഇങ്ങനെ പിടിച്ചു കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നെറ്റ് ആയതുകൊണ്ട് ചെയ്തെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതുപോലെ ഒന്നിങ്ങനെ ചെയ്തെടുക്കുക. ഇത് നമുക്കിപ്പോൾ ഈ ത്രെഡില്ലാത്തവരാണെങ്കിൽ നമുക്ക് നോർമൽ നൂലില്ലേ, സാധാരണ നൂല്, ആ നൂല് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. അതിന് മുമ്പ് ഇതൊന്ന് കെട്ടിട്ട് കാണിക്കുക. ഇതെങ്ങനെ കെട്ടിടുന്ന വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഒന്ന് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഇവിടെ ഒരു ചൈനിപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം ഒരു ചെയിൻ കൂടി എടുക്കാം കേട്ടോ. ഒരു ചെയിൻ കൂടി ഇതുപോലെ ഇങ്ങനെ എടുക്കാം.
അതിന് ശേഷം എന്താ ഇതുപോലെ വന്നിട്ടുണ്ടാവും. ഈ നമ്മൾ ആദ്യം ഒന്നിൻ്റെ ഉള്ളിലാണല്ലോ അടുത്ത ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എടുത്താൽ ഇത് ഉണ്ടാവും. അത് ഇതുപോലെ ഒന്നിങ്ങനെ കൊളുത്തി കൊടുക്കുക കേട്ടോ. കൊളുത്തി കൊടുത്തിട്ട് ഇതിങ്ങനെ അടിയിൽ നിന്ന് ആ ത്രെഡ് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ നമുക്കതിവിടെ ലോക്കായിട്ട് കിട്ടി. അതിന് ശേഷം എന്താ വെച്ചാൽ ഈ ഒരു ത്രെഡ് നമുക്ക് താഴത്തേക്ക് വലിച്ച് താഴ്ത്തി കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം നെറ്റ് ആയതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. കണ്ടില്ലേ, ഇതിങ്ങനെ താഴത്തേക്ക് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഞാൻ നോർമൽ നീഡിൽ അങ്ങനെ നോർമൽ ത്രെഡിൽ അങ്ങനെ ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിച്ചു തരാം. നോർമൽ ത്രെഡ് ഇതാ ഞാൻ ഇതുപോലെ കെട്ടിയിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തേക്ക് കൊടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്കിതാ ഒരു നൂലിതാ വലിച്ചെടുക്കാം കേട്ടോ. വലിച്ചെടുത്തും അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേ കൂടിയിട്ട് നമുക്കതാ അടുത്ത ത്രെഡ് എടുക്കാം. എന്താ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ ബ്ലാക്ക് തുണിയില്ല, അതിൽ ഞാൻ ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് പോകുന്ന മനസ്സിലായത്. ഇപ്പോൾ നെറ്റ് അതുകൊണ്ട് ക്ലിയർ ആയിട്ടില്ല. എനിക്ക് ചെയ്തെടുക്കാൻ ചെറിയൊരു ഇത് കണക്ക് ഉണ്ടായിരുന്നു നെറ്റിൽ ചെയ്യാൻ വേണ്ടി. നെറ്റിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കണക്ക് ആരി വർക്ക് ചെയ്യുന്നത്. ഞാൻ സാധാരണ മെറ്റീരിയൽ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ബ്ലാക്ക് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ത്രെഡൊക്കെ കെട്ടിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ഇതേപോലെ ഒന്ന് പിടിക്കണം. ഇതുപോലെ പിടിച്ചിട്ട് അടിവശത്ത് ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ. അടിവശത്ത് കൊടുത്തിട്ട് നമ്മുടെ കൈ നമുക്ക് വരുന്ന സ്ഥലം മനസ്സിലാവുമല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ കുത്തിയിട്ട് ഈ ത്രെഡിൻ്റെ അടുത്ത് തന്നെ കുത്തിയിട്ട് ഇതുപോലെ എടുക്കുക. ആദ്യം ചെയ്തെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. പിന്നെ ചെയ്ത് നമ്മൾ സമയത്ത് പ്രാക്ടീസ് ആയിക്കോളും. ഇതുപോലെ ത്രെഡ് മുകളിലോട്ട് എടുത്തും അതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ചെയിൻ എടുക്കുക. തൊട്ടടുത്തുനിന്ന് നമ്മൾ ചെറിയ ചെയിൻ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. വലിയ ചെയിൻ എടുക്കുമ്പോൾ വലിയ ഭംഗിയുണ്ടാവും. ചെറിയ ചെറിയ ചെയിൻ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് എടുക്കുക. ആദ്യം ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഇതന്നെ ചെയ്ത് കൈക്കൊരു പ്രാക്ടീസ് കൊടുത്താലേ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഈ ചെയിനാണ് ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത്. ഈ ചെയിൻ സ്റ്റിച്ചിലൂടെ മറ്റേ കട്ട് ബീഡ്സും സീക്വൻസ് ആയാലും ഷുഗർ ബീഡ്സ് ആയാലും എല്ലാം ചെയ്യുന്നത് ഈ ഒരു ഇതിലേ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതാദ്യം ബേസിക്കായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒരു വര സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരച്ചിട്ട് അതിൽ പഠിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ വളഞ്ഞിട്ടൊന്നും പോകില്ല കേട്ടോ. ഞാനിപ്പോൾ വരയൊന്നും വരക്കുന്നില്ല. ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒന്ന് തെറ്റിപ്പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ഭംഗിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അടിയിലെ നൂല് ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചാൽ ഇതിങ്ങനെ അഴിഞ്ഞ് വരും കേട്ടോ. നിങ്ങൾക്ക് എവിടം വരെയാണ് അഴിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടം വരെ അഴിഞ്ഞ് വരും. ആ ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വേണമെന്ന് ഇപ്പോൾ ഇത് ചെയ്തു. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് അടിയത്തെ നൂല് ഇതിങ്ങനെ വലിക്കുന്ന സമയത്ത് ഇതിങ്ങനെ അടിവശത്തേക്ക് ഇതുപോലെ വരും കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വരും. മറ്റേ സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ഈ ആരി വർക്ക് പഠിച്ചാൽ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഫാസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ചെയ്യാൻ കൈക്കൊരു വഴക്കം വേണമെന്നേ ഉള്ളൂ. പിന്നെ നമുക്കത് ശരിയായി കഴിഞ്ഞിട്ട് നമുക്ക് സ്പീഡ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ തന്നെ ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ ചെയിൻ സ്റ്റിച്ച് എല്ലാവരും ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേഗം ചെയ്യാം. നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. കെട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെയിൻ എടുക്കുക. പിന്നെ അതിൻ്റെ അടുത്ത് ആദ്യം ഒരു ചെയിൻ ഇതുപോലെ ഒന്നിങ്ങനെ എടുക്കുക. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ നമ്മൾ ആദ്യം ഇട്ട ചെയിൻ ഇതുപോലെ ഇങ്ങനെ പൊക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ
ടൈറ്റ് ആക്കുന്ന സമയത്ത് തന്നെ അടിവശത്തെ നൂല് വലിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൊങ്ങിക്കിടക്കുന്നത് ഉണ്ടാവില്ല. നമുക്ക് ഞാൻ നേരത്തെ നെറ്റിനിൽ കാണിച്ചില്ലേ, കുറച്ചിങ്ങനെ ബാലൻസിലെടുത്ത് താഴ്ത്തിക്കോന്ന് പറഞ്ഞില്ലേ, പക്ഷേ അത് നെറ്റ് ആയതുകൊണ്ടാണ് കറക്റ്റായിട്ടൊക്കെ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനാണ് ആ നെറ്റിൽ കാണിച്ചത്. അതാകുമ്പോൾ അടിവശം കൂടി ചെയ്യുന്നത് കാണാൻ പറ്റുമല്ലോ. ഇതിലിപ്പോൾ അടിവശത്ത് ഞാൻ എങ്ങനെയാണ് നൂല് പിടിക്കുന്നത് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ടാണ് അതിലാദ്യം കാണിച്ചത്. ഇപ്പോൾ നമുക്ക് കെട്ടിടുന്ന സമയത്ത് തന്നെ അതിങ്ങനെ താഴ്ത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ആവുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇവിടെ കെട്ടിട്ടും നമുക്ക് ആ കെട്ട് കട്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമുക്കിപ്പോൾ ആദ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നൂല് ആദ്യം ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എടുക്കാം. എവിടെ വേണം നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ ആദ്യം ഒരു ചെയിൻ കൂടി ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ എടുക്കാം. എങ്ങനെ ആദ്യം കെട്ടിടാൻ നിങ്ങൾ ആദ്യം പഠിക്കണം കേട്ടോ. കെട്ട് വീണില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എല്ലാം ഒന്ന് ഇളകിയിട്ടുണ്ടെങ്കിൽ എല്ലാം ഇളകി വരും. അതാണ് ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഒരു പ്രത്യേകത എന്നും കൂടി പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ ഇതാ മല ചെയിൻ ഇട്ട് കൊടുക്കാം. പിന്നെ കെട്ട് നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക. ഇനി ഇതുപോലെ കെട്ടിടാൻ അറിയുന്നില്ലാത്തവരാണെങ്കിൽ നമുക്ക് താഴ്വശത്തേക്ക് ഇതെടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഇത് കുറച്ചധികം എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ നീഡിൽ ഉപയോഗിച്ചിട്ട് ഞാൻ എന്താക്കുന്നത് വെച്ചാൽ ഈ ത്രെഡ് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നീഡിൽ ഇതിൻ്റെ അടുത്ത് മുകളിലോട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ നീഡിൽ കൊണ്ട് ഈ ത്രെഡ് താഴത്തേക്ക് ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. ത്രെഡ് താഴത്തേക്ക് വലിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ താഴ്വശത്ത് ആ ത്രെഡ് വന്നിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് സാധാരണ കെട്ടിടുന്നതാണ് ഇത് ഇവിടെ കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്കാണെങ്കിൽ മറ്റേ രീതിക്കും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ താഴത്തേക്ക് ഇറക്കിയത് പെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഓൾറെഡി ഞാൻ താഴത്തേക്ക് അത് എടുത്ത് കഴിഞ്ഞു. അതിന് എടുക്കാൻ പറ്റില്ല കേട്ടോ. അതാ കിട്ടി. അതങ്ങനെ കെട്ടിടുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കെട്ടിടാം. ഇത് തന്നെയാണ് കുറച്ചും കൂടി നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഫ്രെയിം വരെ താഴ്ത്തി കൊടുക്കണം, അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഇതുപോലെ കെട്ടിടുന്നത് കുറച്ചും കൂടി നല്ലത്. ഇതുപോലെ ഒരു ചെയിൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേ കൂടി നമുക്ക് ആദ്യം ഒരു ചെയിനും കൂടി ഇതുപോലെ ആദ്യം ഒരു ചെയിനും കൂടി എടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ രണ്ടാമത് എടുത്ത ചെയിൻ ഇതാണ് നമ്മൾ ഫസ്റ്റ് എടുത്ത ചെയിൻ. അപ്പോൾ ഈ ഫസ്റ്റത്തെ എടുത്ത ചെയിൻ്റെ ആ ത്രെഡാണ് നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ വലിച്ചിട്ട് പിടിക്കേണ്ടത്. അതിങ്ങനെ മുകളിലോട്ട് വലിച്ച് ടൈറ്റ് ആക്കുന്നതോടൊപ്പം താഴത്തെ ആ ത്രെഡില്ലേ, താഴെ ഈ ഒരു ത്രെഡ് വലിച്ചിട്ട് അത് ടൈറ്റാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേത് ബാലൻസിൽ വലിച്ച് താക്കേണ്ടി വരില്ല. പിന്നെ ഒരുപാട് ബാലൻസ് വരുന്നവരാണെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒരു ത്രെഡിനെ വലിച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പം ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ കട്ട് ബീഡ്സ് ആണ് അടുത്ത് ചെയ്യുന്നത്. കട്ട് ബീഡ്സിൻ്റെ സ്റ്റിച്ചായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.